സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്കായിട്ട് നിന്ന് വായിച്ച ഭാഗത്തോട് ചേർന്ന 1 കൊരിന്ത്യർ മൈക്കുള്ളവരെടുത്ത് ഞാൻ ചില ഭാഗങ്ങൾ പറയും, നിങ്ങളെടുത്ത് വായിച്ച് സഹായിക്കണം. അത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ എടുത്ത് വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. തലകളെ മടക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കണ്ണുനീരെന്നു മാറുമോ. ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനെ, ഞങ്ങളുടെ കണ്ണുനീര് തുരുത്തിയില് സൂക്ഷിക്കുന്നവനെ, കണ്ണുനീരില് മനസ്സലിയുന്നവനെ, കണ്ണുനീര് മറികടക്കാത്തവനെ, തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരും. ഞങ്ങളുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കാൻ സ്തുതിക്കും. തേനിനേക്കാളും തെൻകട്ടേക്കാളും മധുരമേറിയ വചനം, ഞങ്ങളുടെ അണ്ണാക്കിന് മധുരം നൽകുന്ന വചനം, ചുറ്റികയാവുന്ന വചനം, കണ്ണാടിയാവുന്ന വചനം, തീയാവുന്ന വചനം. ഇത് രാത്രികാലം ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി ഞങ്ങളെ അനുഗ്രഹിക്കണം. മാനുഷിക ശബ്ദങ്ങളല്ല, ദൈവിക ശബ്ദങ്ങളാണ്. ഇമ്പമുള്ള ശബ്ദങ്ങൾ, ശക്തിയായ സന്ദേശങ്ങൾ, ഞങ്ങളുടെ സത്യമഞ്ചകളെ തുളച്ചു കയറുന്ന സന്ദേശങ്ങൾ ഞങ്ങളോട് ഇടപെടണമേ. രോഗികൾക്ക് സൗഖ്യം, പാപികൾക്ക് വിടുതൽ, ഹല്ലേലൂയ, പാപികൾക്ക് രക്ഷ, പിന്മാറ്റക്കാർക്ക് ഹല്ലേലൂയ ഉറപ്പ് കർത്താവയോട് നൽകണമേ. വചനം അങ്ങയുടേതാണ്, അടിയനങ്ങയുടേതാണ്. അടിയങ്ങളോട് സംസാരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. പണ്ട് നടന്ന ഒരു ബൈബിൾ ക്വിസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ പള്ളികളിലൊക്കെ ബൈബിൾ ക്വിസ് നടക്കാറുണ്ട്. അതിലൊരു ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൂരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഇപ്രകാരമായിരുന്നു. അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമായിരുന്നു. ആ വാക്യം പൂരിപ്പിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അതിന്റെ ഒരു ഭാഗം ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ, ബാക്കി ഡാഷ് ആയിട്ടിരിക്കുന്നത്, ഡാഷ് ഇട്ട് പറഞ്ഞു, തന്റെ ഡാഷിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അതായിരുന്നു പൂരിപ്പിക്കണം. അവിടെ പല പിള്ളേരും പൂരിപ്പിച്ചു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ഡാഷിനെ നഷ്ടപ്പെടുത്തിയാലും അവൻ എന്ത് പ്രയോജനം? ഈ ആൻസർ ഷീറ്റെല്ലാം തിരിച്ചു കിട്ടി. അതിൽ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കുട്ടി ഇപ്രകാരം എഴുതി, ഇങ്ങനെ എഴുതിയത്: ഒരു മനുഷ്യൻ സർവ്വലോകവും നഷ്ടപ്പെടുത്തിയാൽ, അല്ല, സർവ്വലോകവും നേടിയാൽ തന്റെ ആധാർ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അപ്പൊ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അധ്യാപകന് മനസ്സിലായി, നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന കുറെ കാർഡുകളുടെ പേര് എന്താ? ആധാറ്, ATM കാർഡ്, പിന്നെ റേഷൻ കാർഡ്, പിന്നെ ഹെൽത്ത് കാർഡ്, ഇതെല്ലാമായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് തന്റെ ഡാഷ് എന്ന് പറയുന്നിടത്ത് എഴുതേണ്ടത് എന്തായിരുന്നു? തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ കൺവെൻഷന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മത്തായി 16:26 ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്റെ വിഷയം അത് 1 കൊരിന്ത്യർ 15:57 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ജയം നൽകുന്ന ദൈവം, അതാണ് എൻ്റെ വിഷയം. അതിനോട് ആസ്പദമാക്കിയാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകത്തിന്റെ പേര് വെളിപാട് പുസ്തകമല്ല. ഒരുപാട് പേർക്ക് വെളിപാടൊക്കെ ഉണ്ടാകാറുണ്ട്. അത് രാത്രിയിൽ ഉണ്ടാകുന്നതാണ് കൂടുതലും. അങ്ങനെയുള്ള വെളിപാടൊന്നും അല്ല ഇത്. ഈ പുസ്തകത്തിന്റെ പേര് വെളിപ്പാട് എന്നാണ്. വെളിപാടുകളൊക്കെ ഉണ്ടായി പലരും പലതും വിളിച്ചു പറയാറുണ്ട്. അത് നാട്ടുകാർ കേട്ടാലും പ്രശ്നമാണ്, കേട്ടില്ലെങ്കിലും പ്രശ്നമാണ്. എന്നാൽ നാട്ടുകാർക്ക് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കാനുള്ള ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വേദപുസ്തകം എന്ന് പറയുന്ന മനോഹരമായ പുസ്തകത്തിന്റെ അവസാനത്തെ പുസ്തകം, അല്ലെങ്കിൽ 66 പുസ്തകങ്ങളുള്ള നമ്മുടെ വേദപുസ്തകത്തിന്റെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം.
ഞാൻ ഈ തിരുവചനവുമായിട്ട് എപ്പം നിൽക്കുമ്പോഴും ഈ തിരുവചനം ഒരു അത്ഭുതമായിട്ട് ഞാൻ പറയാറുണ്ട്. ലോകാത്ഭുതങ്ങള് 7 ഇന്ത്യയിലും ഒരു ലോകാത്ഭുതമുണ്ട്. നമുക്കറിയാം, താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഈ തിരുവചനം 7 അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ 7 അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണ്. ഇതിന്റെ ഏകീകരണം ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ, ഏകീകരണം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ എഴുതപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, 1600 വർഷങ്ങൾക്ക് മുമ്പ് 40-ൽ പരം ദൈവത്തിന്റെ ദാസന്മാർ ആത്മാവിൽ നിറഞ്ഞെഴുതിയ ഒരു പുസ്തകമാണ് ഈ തിരുവചനം. ഇതിന്റെ ക്രോഡീകരണം അത്ഭുതമാണ്. കാരണം ആദ്യത്തെ എഴുത്തുകാരന് അവസാനത്തെ എഴുത്തുകാരനെ കണ്ടിട്ടില്ല. ആദ്യത്തെ പുസ്തകത്തെ പറ്റി അവസാനത്തെ എഴുത്തുകാരന് അറിയാമെങ്കിലും അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. എന്നാൽ ആദ്യത്തെ എഴുത്തുകാരൻ തൊട്ട് അവസാനത്തെ എഴുത്തുകാരൻ വരെ ആത്മാവിൽ നിറഞ്ഞാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അത് 2ാമത്തെ അത്ഭുതം. ഇതിന്റെ ഏകീകരണം, ഇതിന്റെ രൂപീകരണം ഒരു അത്ഭുതമാണ്. ഇതിന്റെ 3ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഷയാണ്. നമുക്കറിയാം, വേദപുസ്തകം 3 ഭാഷകളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമം എബ്രായ ഭാഷയിലും, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലും, അതുപോലെ തന്നെ ആരാമ്യ ഭാഷയിലുമാണ് വേദപുസ്തകം എഴുതപ്പെട്ടത്. ഇതിന്റെ ലാംഗ്വേജ് ഒരു അത്ഭുതമാണ്. എന്നാൽ ഇതിന്റെ മൂലഭാഷകളിലെ എബ്രായ, യവന, ആരാമ്യ ഭാഷകളാണെങ്കിലും ഇന്ന് ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ട് ഇത് അത്ഭുതമാണ്. ഈ പുസ്തകം ഒഴികെ ഒരു പുസ്തകങ്ങളും ലോകത്തിൽ ഇത്രയും ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ഭാരതത്തിൽ തന്നെ 1652 ഭാഷകളും ഡയലക്റ്റുകളും ഉണ്ട്. എന്നാൽ അത്രയും ഭാഷകളിൽ പോലും വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയില്ലെങ്കിലും ഭാരതത്തിലെ 100ഓളം ഭാഷകളിൽ ഇന്ന് വേദപുസ്തകം പരിഭാഷപ്പെടുത്തി 150-ൽ പരം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പുസ്തകമാണ് ഈ തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ താല്പര്യം ഒരു അത്ഭുതമാണ്. നമുക്കറിയാം, ഇവിടെ കുഞ്ഞുങ്ങൾ വന്നിരിപ്പുണ്ട്, ഇവിടെ പ്രായമുള്ളവർ വന്നിരിപ്പുണ്ട്, ഇവിടെ യുവാക്കന്മാർ വന്നിരിപ്പുണ്ട്, യുവതികൾ വന്നിരിപ്പുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഏത് പുസ്തകമുണ്ട്? വേദപുസ്തകമുണ്ട്. അതുകൊണ്ട് എല്ലാവരും താല്പര്യത്തോടെ വായിക്കുന്നതും, എല്ലാവരും താല്പര്യത്തോടെ അംഗീകരിക്കുന്നതും, എല്ലാവരും താല്പര്യത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു പുസ്തകം ലോകത്തിനുണ്ടെങ്കിൽ ഈ അത്ഭുത പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ വിൽപ്പന ഒരു അത്ഭുതമാണ്. ലോക ചരിത്രത്തിൽ ഇത്രയും വിറ്റിട്ടുള്ള ഒരു പുസ്തകം വേറെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം ഭാഷകളിൽ നമ്മുടെ വീട്ടിലൊക്കെ 3, 4, 5 കീറാതെയും കീറിയും പകുതിയും ഇല്ലാതെയും പുതിയതും പഴയതുമായിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമുണ്ടെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഒരു അത്ഭുതമാണ്. മാത്രമല്ല, ഇതിന്റെ മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൂക്ഷിപ്പാണ് മറ്റൊരു അത്ഭുതം. ലോക ചരിത്രത്തിൽ ചക്രവർത്തിമാരും ലോകരാഷ്ട്ര നേതാക്കന്മാരും കാലയവനിയിലേക്ക് മറഞ്ഞ ഒരുപാട് ചക്രവർത്തിമാരും നേതാക്കന്മാരും രാജാക്കന്മാരും ഈ പുസ്തകത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. 100 വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് മുൻപ് മഹാനായിരിക്കുന്ന ഒരു തത്വചിന്തകൻ, അദ്ദേഹം ഈ പുസ്തകം ഇല്ലാതാകും എന്ന് എഴുതി വെച്ചു. എന്നാൽ അദ്ദേഹം എഴുതിയ ഇപ്രകാരമാണ്: 100 വർഷങ്ങൾക്ക് ശേഷം ഈ വേദപുസ്തകം ലോകത്തിന്റെ ഒരു ഭാഗത്തും കാണുകയില്ലെന്ന് മഹാനായ തത്വചിന്തകൻ എഴുതി വെച്ചു. എന്നാൽ കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവമായ കർത്താവ് മറ്റൊരു അത്ഭുതം അവിടെ ചെയ്തു. ഈ തത്വജ്ഞാനിയുടെ വീട് അദ്ദേഹത്തിന്റെ മരണശേഷം അത് ലേലം വെച്ചപ്പോൾ അത് ലേലത്തിന് വാങ്ങിയത് ഇന്റർനാഷണൽ ബൈബിൾ സൊസൈറ്റിയാണ്. ബൈബിൾ സൊസൈറ്റി അദ്ദേഹത്തിന്റെ വീട് മേടിച്ചിട്ട് ഇത് വേദപുസ്തകം പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷിംഗ് ശാലയാക്കി മാറ്റി. അതും ഒരു അത്ഭുതമായി മാറി. ഇതിനെ ഇല്ലാതാക്കുവാനും ഇതില്ലാതാകുമെന്ന് പറഞ്ഞവരൊക്കെ ഇല്ലാതായി. എന്നാൽ ഈ പുസ്തകം ഇല്ലാതായിട്ടില്ല. ഇതിന്റെ ഒരു സൂക്ഷിപ്പ് അത്ഭുതമാണ്. ഈ വചനം അത്ഭുതമാണ്. ഈ വചനത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ കൊണ്ട് നടക്കുന്നവൻ അത് അനുഗ്രഹിക്കപ്പെടും. ഈ അത്ഭുതമാകുന്ന വചനം ഇന്നും നാളെയും മറ്റന്നാളും മാത്രമല്ല, ചരിത്രത്തിന്റെ ഏടുകളിൽ ആരൊക്കെ കൊണ്ടു നടന്നിട്ടുണ്ടോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. വിശ്വസിക്കുന്ന കരങ്ങളിൽ ഒത്തിരി ഹല്ലേലൂയ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടി: നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും, ഊരിനുള്ളിലും താഴ്വരയതിൽ. ഹല്ലേലൂയ. നിന്റെ വചനം എനിക്ക് ആശ്വാസമാണ്. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ചേർന്ന് പാടാം: നിൻ വചന. 7 സഭകളാണ്. ഈ 7 സഭകളുമായിട്ട് ബന്ധപ്പെട്ട് ജയിക്കണം എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.
നമുക്കറിയാം പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളുണ്ട്. അത് എഫെസസ് സഭ, സ്മിർനയിലെ സഭ, പെർഗമോസിലെ സഭ, തുയത്തൈരിലെ സഭ, സർദീസിലെ സഭ, ഫിലദൽഫിയയിലെ സഭ, അതുപോലെ തന്നെ ലവോദിക്കയിലെ സഭ. അദ്ദേഹവും പ്രസംഗിയാണെന്ന് തോന്നല്ലേ? ഭാവിയിൽ ഒരു പ്രസംഗനാകുമായിരിക്കും, ആർക്കറിയാം. ഇങ്ങനൊക്കെ നമ്മളൊക്കെ മുന്നിൽ നിന്ന് വായിച്ചവരാണ്. പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ 7 സഭകളെ പറ്റിയും പഠിച്ചിട്ട് ഓരോ സഭകൾക്കും ദൈവം ഓരോ പേര് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ സഭകൾക്കും വേദശാസ്ത്ര പണ്ഡിതന്മാർ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സഭയെ പറ്റി പഠിച്ചിട്ട് ഒരു വേദശാസ്ത്ര പണ്ഡിതൻ കൊടുത്ത പേരാണ് തണുത്ത സഭ, കോൾഡ് ചർച്ച്, അല്ലെങ്കിൽ സ്നേഹം തണുത്ത സഭ. രണ്ടാമത്തെ സഭയുടെ പേരാണ് സ്മിർനയിലെ സഭ. ഈ സഭയെ പറ്റി പഠിച്ചിട്ട് ഒരു വേദപണ്ഡിതൻ കൊടുത്ത പേരാണ് കഷ്ടപ്പെടുന്ന സഭ. മൂന്നാമത്തെ സഭയാണ് പെർഗമോസിലെ സഭ. ഈ സഭയെ പറ്റി പഠിച്ചിട്ട് ഒരു വേദശാസ്ത്ര പണ്ഡിതൻ കൊടുത്ത പേരാണ് ലൗകിക സഭ. ലൗകിക സഭ എന്ന് പറഞ്ഞാൽ ഈ സഭ ലോകത്തിലും സഭ ലോകത്തിലും കൂടെയാണ്. നാലാമത്തെ സഭയാണ് തുയത്തൈരയിലെ സഭ. ഈ സഭയെ പറ്റി വേദശാസ്ത്ര പണ്ഡിതന്മാര് കൊടുത്ത പേരാണ് ജഡീക സഭ. സർവത്ര ആളുകളും അതിനകത്തുണ്ട്. അതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. നിങ്ങൾക്കറിയാമോ ഔട്ട്സ്റ്റാൻഡിങ് പീപ്പിൾ എന്ന് പറയാം? ദ പീപ്പിൾ ഹൂ സ്റ്റാൻഡ്സ് ഓൾവേസ് ഔട്ട്സൈഡ്, അത് ഔട്ട്സ്റ്റാൻഡിങ് പീപ്പിൾ എന്ന് പറയും. വെളിയിൽ നിൽക്കുന്നവർ. അവർ ഒരിക്കലും പള്ളിക്കകത്ത് കയറത്തില്ല, അവർ വെളിയിലേ നിൽക്കും. കൺവെൻഷൻ നടത്തിയാലും അവർ വെളിയിലേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ജഡീകമായ ഒരു സഭയാണ് തുയത്തൈരയിലെ സഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സഭയാണ് സർദീസിലെ സഭ. ഈ സഭയെ പറ്റി പഠിച്ചിട്ട് ഒരു വേദശാസ്ത്ര പണ്ഡിതൻ കൊടുത്ത പേരാണ് മരിച്ച സഭ, ദ ഡെഡ് ചർച്ച്. എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടവനെന്ന് എനിക്ക് പേരുണ്ടെങ്കിലും നീ ആരാണ്? മരിച്ചവനാണെന്ന് പറഞ്ഞ ശ്വാസം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. പള്ളി വന്ന് ഇരുന്ന് തരും, നിന്ന് തരും, പിന്നെ ഉറങ്ങിയും തരും, പിന്നെ അവസാനം ആശ്വാസം പറയുമ്പോൾ പോയും തരും. എന്നെ കൊണ്ട് ഒരു ദോഷം നിങ്ങൾക്കോ ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്കൊരു ദോഷമോ ഉണ്ടാകത്തില്ല, ഇല്ലയോ? എന്തിനാ പള്ളിയിൽ വന്നതെന്ന് പറയത്തില്ല, എന്തിനാ പോകുന്നതെന്നും പറയത്തില്ല. അങ്ങനെ ഒരു സഭയാണ് ഈ സഭ, മരിച്ച സഭ. അടുത്ത സഭയാണ് ഫിലദൽഫിയയിലെ സഭ. ആ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് വിശ്വസ്തരായ സഭ. അവസാനത്തെ സഭയാണ് ലവോദിക്ക സഭ. ആ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ശീതോഷ്ണ സഭ. ശീതമാണോ അതല്ല, പിന്നെ ഉഷ്ണമാണോ അതല്ല, ചൂടുണ്ടോ അതില്ല, തണുപ്പുണ്ടോ അതുമില്ല. ആകെപ്പാടെ ഒരു വല്ലാത്ത, നമ്മൾക്കറിയാമല്ലോ ഈ ചൂടുവെള്ളം, വാട്ടവെള്ളം എന്ന് പറയുന്ന ഒരു വെള്ളമുണ്ട്. എന്ന് പറഞ്ഞാൽ ചൂടുമല്ല തണുപ്പുമല്ല, അതാരെങ്കിലും കുടിച്ചാൽ പിന്നെ ദിവസം വയറിളകുകയും ചെയ്യും. അങ്ങനെ ഒരു സഭ ഉണ്ടായിരുന്നു. ആ സഭയുടെ പേരാണ് എന്താ? ലവോദിക്ക സഭ. ഞാൻ 7 സഭയുടെ പേര് പറഞ്ഞു. തണുത്ത സഭ, കഷ്ടപ്പെട്ട സഭ, ലൗകിക സഭ, ജഡീക സഭ, മരിച്ച സഭ, അതുപോലെ വിശ്വസ്ത സഭ, ശീതോഷ്ണ സഭ. നമ്മുടെ ചർച്ചിനെ ഏത് കൂട്ടത്തിൽപ്പെടുത്താം? നിങ്ങളാരും മിണ്ടുന്നില്ല. അച്ഛാ, ഈ 7 ഞങ്ങളില്ല. ഈ 8ാമത്തെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. ഏതായാലും പോകട്ടെ, ഞാൻ ആ ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ സഭയിലെ എല്ലാവരോടും, 7 സഭകളോടും ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. 7 സഭകളോടും പറഞ്ഞിട്ടുണ്ട്. ദിവസം എടുത്ത് നമുക്കന്ന് വായിക്കാം. മൈക്കുള്ളവരൊക്കെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കണം. 7 സഭകളോടും ഒരുപോലെ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാം? എന്താ പറഞ്ഞ? 7 സഭകളോട് കൺവെൻഷൻ നടത്തണം, സഭാദിനം നടത്തണം എന്ന് പറഞ്ഞു. എന്താ 7 സഭയോട് ഒരുപാട് വായിച്ചാട്ട്? ഒന്നാമത്തെ സഭയോട് പറഞ്ഞത് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം കേട്ടോണ്ടേ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന്. ഏത് സഭയോടോ പറഞ്ഞേ? എഫെസോസിലെ സഭയോട് പറഞ്ഞു നിങ്ങൾ ജയിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ജയിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജയിക്കണം, ജയിക്കാനുള്ള ശ്രമം നടത്തണം. ഏതിലൊക്കെയാണ് ജയിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. രണ്ടാമതായിട്ട്
രണ്ടാമത്തെ സഭയോടും ഇത് തന്നെ പറഞ്ഞിട്ട് വായിച്ചായിട്ട് 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് കേട്ടോ, ജയിക്കുന്നവന് ഓരോ സഭയ്ക്ക് ഓരോന്നാ കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ പറയുന്നത് മറ്റേതല്ല. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. ഈ 2-ാമത്തെ സഭയോടും പറയണം നിങ്ങൾ ജയിക്കണം. അടുത്ത 3-ാമത്തെ സഭ വായിച്ചായിട്ട് 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ആ സഭയോട് എന്താ പറഞ്ഞത്? അത് വായിച്ചല്ലേ. അടുത്തത് 2-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. 2:7, 2:11, 2:17, 2:26. ഏതാ വിട്ട്? ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ ജയിക്കുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു. അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അടുത്ത സഭയോട് പറയുന്നതാണ് 3:5. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും, ജയിക്കുന്നവന് വെള്ളയെടുപ്പ് ധരിക്കും. കണ്ടോ, ഞങ്ങളൊക്കെ വെള്ളയെടുപ്പ് ധരിച്ചിരിക്കുക അല്ലേ? അതല്ല, ഈ വെള്ളയെടുപ്പല്ല. പറഞ്ഞാട്ട് മതി. അടുത്തത് 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 3:12. ജയിക്കുന്നവന് ഒരു തൂണാക്കും. ഈ തൂണൊന്നും അല്ല കേട്ടോ. ജയിക്കുന്നവന് ഞാനൊരു തൂണാക്കും. അപ്പൊ അവരും ജയിച്ചിട്ടില്ല. അടുത്തത്, അവൻ ഒരിക്കലും അവിടെ ഒന്നും പോകയില്ല. എന്റെ നാമവും എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിലും തന്നെ. ഇതൊക്കെ എന്താണെന്നുള്ള പിന്നീട് നമുക്ക് ചിന്തിക്കാം. അടുത്തത് 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അവസാനത്തെ സഭയോടും പറയുന്നതാണ്. വായിച്ചാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം തരും. അതുപോലെയാണ് നമ്മൾ നോക്കിയത് അല്ലേ? എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ 7 സഭകളോടും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ജയിക്കണം. നമ്മൾ ജയിച്ചവരാണോ? ഈ 7 സഭകളോടും പറഞ്ഞിരിക്കുന്ന അവർ ജയിച്ചവരല്ലെന്ന്, അല്ലെങ്കിൽ ജയിക്കാനായിട്ട് ശ്രമിക്കണമെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് കൺവെൻഷൻ നടന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഉദ്ദേശം എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഈ കാശെല്ലാം ചെലവഴിക്കുന്നത് ചോദിച്ചാൽ, ഒരു ഉദ്ദേശമുള്ളൂ, കർത്താവിന് ഒരു ആഗ്രഹമുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവനെന്ത്? ജീവനെ നേടാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജയിക്കാനായിട്ട്. ജയിക്കണം. ഈ കാര്യം പറഞ്ഞിട്ട് 5 സഭകളോട് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടണം. ആരോട് ജയിക്കണമെന്ന് പറഞ്ഞു? 7 സഭക്കാരോടും പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം? ജയിക്കണം. എന്നാൽ 5 സഭക്കാരോട് പറഞ്ഞു മാനസാന്തരപ്പെടണം. 2 പേരോട് പറഞ്ഞിട്ടില്ല. പോയി വീട്ടിൽ പോയി വായിച്ചു നോക്കണം. ഈ 5 സഭകളോടും പറഞ്ഞെന്ന് വായിച്ചാണ് 2-ാം അധ്യായത്തിന്റെ 4. അപ്പൊ ആദ്യത്തെ സഭയോട് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പോക്ക് ശരിയല്ല. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റമുള്ളൂ ഇവരെ പറ്റി പറഞ്ഞു. ഒരു കുറ്റം നിങ്ങളെ പറ്റി പറയാനുണ്ട്. അടുത്തത്, ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ ഈ സഭയോട് പറഞ്ഞു, 5 സഭകളോട് പറഞ്ഞു മാനസാന്തരപ്പെടണം. ഇനി 2-ാം അധ്യായത്തിന്റെ 15, 16 അടുത്ത ഒരു സഭയോട് പറഞ്ഞു. സ്മിർണയിലെ സഭയോട് പറഞ്ഞില്ല, അടുത്ത സഭയോടാ മതി. വായിച്ചാ. നിക്കോലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട് കേട്ടോ. ആകയാൽ നിക്കോലോവയുടെ ഉപദേശത്തെ പറയാൻ നീ പോകരുത്. ആകയാൽ മാനസാന്തരപ്പെട്ട അല്ല ഞാൻ വേഗത്തിൽ വരും, എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കർത്താവിന്റെ വായി വാളൊക്കെ ഉണ്ട് കേട്ടോ. കർത്താവ് മോശക്കാരനൊന്നും അല്ല. നമ്മൾ വേഗം ദേശി നല്ലവനാണ്, മനസ്സല്ലിയുള്ളവനാണ്, കൃപയുള്ളവനാണെന്നൊക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ വായിൽ എന്തുകൊണ്ടെന്നാ? നാക്കുണ്ടെന്ന് പറഞ്ഞേ. നമ്മുടെ എല്ലാം വായി നാക്കുണ്ട്, കർത്താവിന്റെ വായിൽ എന്തുണ്ട്? വാളുണ്ട്. മാനസാന്തരപ്പെട്ടോണം. 2:21 വായിച്ച അടുത്ത സഭയോട് പറയുന്നത്. 2:21, 22 ഒന്ന് വായിച്ച.
ഞാൻ അവർക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ അവർക്ക് മനസ്സില്ലെന്ന്. അവരോടും പറഞ്ഞു മാനസാന്തരപ്പെട്ടോളാൻ. അവർക്കെന്തില്ല? മനസ്സില്ല. അടുത്തത് 4-ാമത്തെ സഭയോട് 3:3-4. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയാൽ എന്തുവാ? മാനസാന്തരപ്പെടുകയും ചെയ്യുക. അടുത്ത 3:19. 5 സഭയോട് പറഞ്ഞു മാനസാന്തരപ്പെടും. 5-ാമത്തെ സഭ വായിച്ചാൽ 3:19. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം. മാനസാന്തരപ്പെടുക. നമ്മുടെ ഇത് പറഞ്ഞത് ആരോടാ നിങ്ങൾ? ഇത് പറഞ്ഞത് സഭയോടാ. സഭയോട് പറയുമ്പോൾ സഭ എന്ന വാക്കിന്റെ നിർവചനം എന്താ? സഭ എന്ന വാക്കിന്റെ നിർവചനം? ഞാൻ കഴിഞ്ഞിടയ്ക്ക് നിങ്ങളുടെ ഒരു CSI പള്ളി ചെന്ന് വിളിച്ച് പറഞ്ഞോളൂ എല്ലാവരോടും. അവരോട് ഞാൻ ചോദിച്ചു, യേശുക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താ യേശുക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം? തുറന്നു പറ. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒന്നും മിണ്ടാറില്ല, നിശബ്ദരായി കേൾക്കുന്നവരാ അല്ലേ? എന്താ യേശുക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം? പറഞ്ഞു. 1-2 പേരെങ്കിലും പറ. നിങ്ങളെ പറ്റി ഞാൻ അടുത്ത മനുഷ്യൻ ഞാൻ പറഞ്ഞോളാം. പറഞ്ഞു. ശരിയാണ്, തെറ്റ് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ ഇവിടെ കൺവെൻഷൻ വന്ന അങ്ങനെങ്കിലും ഒരു കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് പോകണ്ടോ? എന്താ ഇവിടെ കണ്ട് പറഞ്ഞു. രക്ഷകൻ പകുതി ശരിയാണ്, പകുതി തെറ്റാണ്. 50 മാർക്ക് തരാം, 50 മാർക്ക് പോയി, 100 മാർക്കിലായിരിക്കുന്നു. മിടുക്കന്മാരാരെങ്കിലും ഉണ്ടോ? യേശുക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ലോക രക്ഷകൻ. കൊയറിലൊരാൾ പറഞ്ഞു ലോക രക്ഷകൻ. ആരാ പറഞ്ഞത് എനിക്കറിയത്തില്ല. പറഞ്ഞത് തെറ്റാണ്. എന്നാലും രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 50 മാർക്ക് തരാം. ഞാൻ ചോദിച്ചത് യേശുക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥമാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥമാണ് നിങ്ങളെല്ലാം പറയുന്നത്. ശരിയാണ്. എന്താ യേശുക്രിസ്തു എന്ന വാക്കിന്റെ? പണ്ടൊരു കൊച്ചിനോട് ചോദിച്ചു കൽപ്പന എത്ര ഉണ്ടെന്ന്. അവൻ പറഞ്ഞ അച്ഛാ 10 ഉണ്ടെന്ന്. 10 ഉള്ളോടാ? അവനെ പറഞ്ഞ് 15 ഉണ്ട് അച്ഛാ. എന്താ ഇനി ആരെങ്കിലും ഉണ്ടോ? യേശുക്രിസ്തു മക്കളെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നതാണോ? വലിയ കാര്യങ്ങളാണ് പഠിക്കുന്നതല്ലേ? ഇപ്പം നമ്മൾ വലിയ കാര്യങ്ങൾ, ഇന്റർനെറ്റ്, പിന്നെ ഫേസ്ബുക്ക്, പിന്നെ വാട്സ്ആപ്പ്, മുഴുവൻ ആപ്പുകളാണ്. പിന്നെ ആ ഗെയിം, ഈ ഗെയിം, ടിക്ടോക്ക്, ഇതിനൊക്കെ ഇടയിൽ എൻ്റെ അച്ഛ യേശുക്രിസ്തു ആരാ അല്ലേ? കഴിഞ്ഞിടയ്ക്ക് യൂറോപ്യൻ രാജ്യത്തിൽ ഒരാളോട് ചോദിച്ചു യേശുക്രിസ്തു ആരാണ്? ഉടനെ പറഞ്ഞു പ്രൊഫഷൻ ജോലി പോലും കിട്ടാത്ത ഒരാളാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ എന്താ യേശുക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം? നിങ്ങൾ രണ്ടും കൂടെ ആലോചിച്ച് കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. പറഞ്ഞു. എന്താ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറക്കെ പറഞ്ഞോ. 100 മാർക്ക് തരാം. യേശുക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം ദൈവപുത്രൻ. പണ്ട് തെറ്റാ പറഞ്ഞത്. ജീവൻ തെറ്റാ പറഞ്ഞത്. എന്റെ ദൈവമേ, 136 വർഷങ്ങളായിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി കണ്ടു. ചെല്ലൊക്കെ പറഞ്ഞു. ദൈവം നമ്മോട് കൂടെ. അത് ഇമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥമാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ വേറുകാർക്കെങ്കിലും ഇത് അറിയാവുന്ന അല്ലയോ? എല്ലാ ക്രിസ്മസിലും നമ്മൾ പാടത്തില്ലയോ? Oh come let us adore him. Oh come let us adore him. Oh come let us adore him. Christ the Lord. അല്ലേ? വാ വന്നു വാഴ്ത്തി ത്രിയെ എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്നില്ല. യേശുക്രിസ്തു. ഇപ്പം ഈ യേശുക്രിസ്തുവിനോട് ചേർന്നൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരാ? ജിംഗിൾ ബെൽസ് എന്ന് പറഞ്ഞൊരു പാട്ട്. ചിലപ്പോൾ ആ പാട്ടിന്റെ പേരൊക്കെ നമുക്ക് അറിയാമായിരുന്നു. ഞാൻ ചോദിച്ചത് യേശുക്രിസ്തു എന്ന പേരിന്റെ അർത്ഥം എന്താ? ഏതായാലും ഇമ്മാനുവേൽ എന്ന പേരുള്ള പേരിന്റെ അർത്ഥം കണ്ടുപിടിച്ച് ദൈവം നമ്മോട് കൂടെ. എന്താ യേശുക്രിസ്തു എന്ന് പറയാം? ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയ നിശബ്ദതയുണ്ടായി. അച്ഛാ, ഈ കൺവെൻഷൻ കഴിഞ്ഞാലും പറയും ഈ അച്ഛനെ മേലെ അങ്ങനെ പിടിച്ചേക്കരുതെന്ന്.
അങ്ങനോട് ചോദ്യം ചോദിക്കാനായിട്ട് ഇവിടെ വിളിച്ചതല്ലേ, അല്ലയോ? പ്രസംഗിച്ചിട്ട് പോയാൽ പോരായോ? ഞങ്ങൾ ഇവിടെ കാശ് കൊടുക്കുന്നില്ല, എന്തിനാ ചോദ്യങ്ങൾ ചോദിച്ചു? യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നുള്ളതാണ്. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം മശിഹ. മശിഹ എന്ന വാക്കിന്റെ അർത്ഥം ശമരിയക്കാരി സ്ത്രീ പറഞ്ഞു, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷക്തൻ. The word Christ means anointed one. ഞാൻ ചേർത്ത് പറഞ്ഞേ, യേശു ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ, യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മോനെ എന്നെ മറന്നാൽ ഇനി മറക്കരുത്, വീട്ടിൽ പോയി പറയണം, ചോദിക്കണം ഇവിടെ അപ്പച്ച യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം. യേശു രക്ഷകൻ, ക്രിസ്തു അഭിഷക്തൻ. എന്താ അർത്ഥം? അഭിഷക്തനായ ക്രിസ്തു അല്ലെങ്കിൽ രക്ഷകനായ അഭിഷക്തൻ. മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് പറ. ഈ കൺവെൻഷനൊക്കെ വലിയ അഗാധമായ എന്താ 666 കേൾക്കാനായിട്ടാണ് നമ്മളൊക്കെ വരുന്നത്. പക്ഷെ യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം പോലും മറന്നുപോയതായിരിക്കാം, വിട്ടുപോയതായിരിക്കാം. മറക്കരുത് ഒരിക്കലും. നമുക്ക് വേണ്ടി ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്തവന്റെ അർത്ഥം അറിഞ്ഞാലേ അർത്ഥവത്തായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ 5 സഭകളോടും പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെടണം. എന്നല്ലേ ഞാൻ ഈ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞ വാക്കിലായി പ്രശ്നമെല്ലാം ഉണ്ടായത്. 7 സഭകൾ. സഭ എന്ന നിർവചനമാണ് ഞാൻ ചോദിച്ചത്. സഭ എന്ന നിർവചനത്തിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഇസ് ദി ഡെഫിനിഷൻ ഓഫ് ദി ചർച്ച്? ചർച്ച് എന്ന വാക്ക് എക്ലീസിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായ വാക്കാണ് എക്ലീസിയ എന്ന് പറഞ്ഞാൽ കോൾഡ് ഔട്ട് ഫ്രം, വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ എന്നാണ് സഭ എന്നതിന്റെ അർത്ഥം. സഭ എന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി കർത്താവ് വിളിച്ചവരാണ് സഭ. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2:47 വാക്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. തന്റെ സഭയോട് കർത്താവ് ചേർക്കുന്ന ആരെ മാത്രമേ ഉള്ളൂ? രക്ഷിക്കപ്പെടുന്നവരെ മാത്രമേ ഉള്ളൂ. ആ സഭയിലെ രക്ഷിക്കപ്പെട്ട ജനങ്ങളെന്ന് പറയുന്ന സമൂഹത്തിലെ 7 സഭകളായത്. അപ്പൊ അവരൊന്നും മാനസാന്തരപ്പെട്ടതാ എന്നാ? കർത്താവായ യേശുവിന്റെ പ്രസംഗം മുഴുവനും മാനസാന്തര. കാലം സമീപിച്ചിരിക്കുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം. യേശുവിന്റെ പ്രസംഗവും മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഈ 7 സഭയിൽ വന്ന വിശ്വാസികൾ മുഴുവനും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ച് ആത്മാവ് നിറഞ്ഞവരായി സ്നാനപ്പെട്ടുള്ള വലിയൊരു വ്യക്തികളോട് കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ ഇനി മാനസാന്തരപ്പെടണോ? അതെന്താ ആസുവ? മാനസാന്തരം ഒരിക്കലായിട്ട് നടക്കുന്ന പ്രക്രിയയാണോ? മാനസാന്തരം, റിപ്പന്റൻസ് ഈസ് നോട്ട് എ വൺ ടൈം ആക്ട്. ഒരിക്കൽ സംഭവിക്കുന്നതല്ല. രക്ഷിക്കപ്പെടുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, രക്ഷിക്കപ്പെടും. ക്രിസ്തീയ ആത്മീയ ജീവിത യാത്രയിലും 3 ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 ഭാഗങ്ങളുണ്ട്. 1 രക്ഷിക്കപ്പെട്ടു, 2 വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, 3 നാം മഹത്വീകരിക്കപ്പെടും. അല്ലെങ്കിൽ ഒറ്റ ഭാഷയെ പറയുകയാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സാൽവേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. അതുകൊണ്ട് മാനസാന്തരം രക്ഷിക്കപ്പെടുമ്പോൾ നടന്നതാണ്, ശരിയാണ്. എന്നാൽ ഇവിടെ മാനസാന്തരപ്പെടാൻ പറഞ്ഞത് ഏതിൽ നിന്നാണ്? നിങ്ങൾ ചിലയിടത്തൊക്കെ വീണിട്ടുണ്ട്, അവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ ജയിക്കണം. നമ്മളെ ജയിക്കാനായിട്ട് വിളിക്കപ്പെട്ടൊരു കൂട്ടമാണ്. അതുകൊണ്ട് ഈ 5 സഭകളോട് പറഞ്ഞു, നിങ്ങൾക്ക് മാനസാന്തരപ്പെടണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വായിൽ നിന്ന് ഉമ്മർന്ന് കളയും. നിങ്ങളുടെ വീട്ടുപേരോ നിങ്ങളുടെ നാട്ടുപേരോ നിങ്ങളുടെ ലോകത്തിലെ അധികാരങ്ങളോ പദവികളോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. നിക്കോദിമോസിനോട് പറഞ്ഞു, നീ വലിയ ശ്രേഷ്ഠനായിരിക്കാം, നീ പരീശന്മാരുടെ അധികാരിയായിരിക്കാം, മേലധികാരിയായിരിക്കാം, പക്ഷെ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ നിനക്ക് കഴിയുകയില്ല. നീ അതുകൊണ്ട് മാനസാന്തരപ്പെടണം. 1 ഞാൻ പറഞ്ഞു, 7 സഭകളോടും പറഞ്ഞു ജയിക്കണം. 2 ഞാൻ പറഞ്ഞു, 5 സഭകളോട് പറഞ്ഞു മാനസാന്തരപ്പെടണം. ഈ 7 സഭകളോടും ഇത് പറയുന്നവനാരാ? ഈ 7 സഭകളോടും ഈ ദൂത് പറയുന്നത് 2 പേരാണ്. ആരൊക്കെയാന്ന് പറയാം? ഈ 7 സഭകളോടും ഒരുപോലെ ഈ ദൂത് കൊടുക്കുന്നത് 2 പേരാണ്. ആരൊക്കെയാന്ന് പറയാം? 7 സഭകളോടും പറഞ്ഞിട്ടുണ്ട് ജയിക്കണം, 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 ജയിക്കണം. ഇല്ല മോനെ, സ്കൂളിൽ പോകുമ്പോൾ അമ്മ എന്താ പറയുന്നത്? മാത്സിന് ജയിക്കണം, പിന്നെന്തൊക്കെ വിഷയങ്ങളുള്ളത്? ഒന്ന് തുറന്നു പറ. കെമിസ്ട്രി ഉണ്ട്, പിന്നെ
മലയാളമുണ്ട്, പിന്നെ നമ്മുടെ ഈ സുവിശേഷകനുണ്ട്, സംസ്കൃതത്തിലൊക്കെ വലിയ ആളാണെന്ന് പറഞ്ഞത്. പുള്ളി എന്നോട് പലരും എനിക്ക് മനസ്സിലായില്ല. നമ്മൾ രാവിലെ എഴുന്നേക്കും സംസ്കൃതം എന്തോ സുയന്താം എന്തോ പ്രവാചക, പിന്നെ കെമിസ്ട്രി, മലയാളം, മാത്സ്, പിന്നെന്തുണ്ട്? ബയോളജി. അതെ, അയക്കു മോനെ, ബയോളജി. 7 സഭകളോടും ദൂത് പറഞ്ഞവൻ ആരാണ്? അൽഫയും ഒമേഗയും. അൽഫയും ഒമേഗ പറഞ്ഞത് നമുക്ക് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഈ 7 സഭകളോടും ദൂത് പറയുന്ന 2-ന്റെ 1 വായിച്ചാൽ, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻവിളകളുടെ നടുവിൽ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അല്ല ചെയ്യുന്നവൻ ആരാ? നമ്മൾ കാണത്തില്ലേ, 7 വിളക്കിന് നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ച അണിഞ്ഞ് കാണുന്ന യേശുവേ. ആരവൻ? 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ച കാണുന്നേ യേശുവേ. 7 വിളക്കിന് നടുവിൽ നിൽക്കുന്നവൻ ആരാണ്? യേശു. ആരോടാ പറയുന്നത്? എഫെസോസിലെ സഭയോട്. 2-ാമതായിട്ട് ഇവരോട് പറയുന്നത് ആരാണ്? വായിച്ച് 2-ന്റെ 7. 2-ാമത്തെ വ്യക്തി ആരാണ്? 2-ന്റെ 7 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നാ വരുന്നുണ്ട്? ചെവിയൊന്നുമില്ല, മതി, പിന്നെ വായിക്കാം. 2 പേരാണ് ഈ 7 സഭകൾക്കും ദൂത് കൊടുക്കുന്നത്. ആരൊക്കെയാണ്? സഭയുടെ നാഥനായ ക്രിസ്തുവും സഭയുടെ നടത്തിപ്പുകാരനായ പരിശുദ്ധാത്മാവും. ഈ 7 സഭകളിൽ നിന്ന് ഇവർ 2 പേരും മിക്കവാറും പുറത്തായി. ആരകത്ത് കയറി? ഈ കർത്താവും ആത്മാവും സഭയിൽ നിന്ന് പുറത്തായ പിന്നെ ആരകത്ത് കയറും? കറക്റ്റ്, നീ പറഞ്ഞ കറക്റ്റ്, ഒപ്പം കറക്റ്റ് പറഞ്ഞു. സാത്താൻ കയറുവന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കൊച്ചിനോട് ചോദിച്ചെടാ, നീ പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഉടനെ പറഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന്. നീ എവിടെയാടാ കണ്ടതെന്ന് ചോദിച്ചു. ഉടനെ അവൻ പറയുക, എന്റെ വീട്ടിൽ. നിന്റെ വീട്ടിൽ പിശാചുണ്ടോടാ? ഉണ്ട്. ആരാ? എന്റെ അമ്മ. നിന്റെ അമ്മ എങ്ങനെയാണോ പിശാചായത്? ഞാൻ പറയാ, എന്റെ അപ്പൻ എന്നും അമ്മയെ വിളിക്കുന്ന എന്താ? എടി പിശാചെ, എടി പിശാചെ, നീ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ? എടി പിശാചെ, നീ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ? എടി പിശാചെ, നീ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണോ? ഇടിയപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നീ നിന്റെ കുടുംബം മുഴുവനും പിശാചിന്റെ മക്കളാണ്. അങ്ങനെയാണ് ഇപ്പം പിശാചിനെ കണ്ടുപിടിച്ചത്. ദൈവത്തിന്റെ സഭയിൽ നിന്ന് കർത്താവും പരിശുദ്ധാത്മാവും ഇന്ന് എവിടെയാണ്? എവിടെയാണ്? Are they inside the church? Are they inside the people of God? ദൈവത്തിന്റെ സഭയിൽ ഇന്ന് ആത്മാവുണ്ടോ? ദൈവത്തിന്റെ സഭയിൽ ഇന്ന് പരിശുദ്ധാത്മാവും ക്രിസ്തുവുണ്ടോ? അതോ നമ്മൾ അവനെ ഇറക്കി വിട്ടിരിക്കുകയാണ്? കേരള ചരിത്രത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു സഭയെ ഞാൻ മാറ്റി വെക്കുന്നില്ല, എന്റെ സഭ ഉൾപ്പെടെ കേരളത്തിലെ സഭകൾ ക്രിസ്തുവിനെ മാറ്റി നിർത്തി വെച്ചിരിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ആത്മാവിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ കയറി നമ്മളെ ശരിക്ക് കലക്കുന്നുണ്ട്. അത് നമ്മുടെ ശത്രുവാണ്. അവൻ ഏദൻ തോട്ടത്തിൽ തുടങ്ങി ഗത്സമന വരെ യേശുവിനെയും ആദാമിനെയും ഹവ്വായെയും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പണ്ട് കേരളക്കരയിൽ ഒരു മഹാനായ പാട്ടുകാരൻ ഇപ്രകാരം എഴുതി വെച്ചു. അതറിയാമോ? ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷം.
അത് കഴിഞ്ഞിട്ട് അങ്ങനെ അടുത്ത സ്റ്റാൻസ് എഴുതി വെച്ചു, ഇടിക്കണം. സ്റ്റാൻസ് അങ്ങനെ അക്കാർക്കുള്ള പാട്ടറിയാവും. ഇടിക്കണം വിശ്വാസികളുടെ തമ്മിലാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇടി നമ്മൾ തമ്മില, കമ്മിറ്റിയിലടി, ജനറൽ ബോഡിയിലടി, പിന്നെ നമ്മൾ വെള്ളിക്കിടന്ന് അടിക്കും. നമ്മൾ പിന്നെ എവിടൊക്കെ പോയി അടിക്കാം അവിടെ എല്ലാം അടിക്കും നമ്മൾ. എന്നിട്ട് നമ്മൾ പറയും ഇടിക്കണം പേയിൻ കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മൂടിക്കണം. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, വീട്ടിൽ പോയത് പാടണം. സുവിശേഷത്തിന്റെ ജോലി അതാ. പക്ഷെ നമ്മള് സുവിശേഷത്തിന്റെ ജോലി, കർത്താവിന്റെ ജോലി, ആത്മാവിന്റെ ജോലി മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഉഗ്രനടിയ വീട്ടിലൊക്കെ എന്നോ അടികളൊക്കെ ഭർത്താവും ഭാര്യയും തമ്മിൽ ഭയങ്കര അടിയാണ്. പക്ഷെ ഭയങ്കര ആത്മീയരുമാണ്. വേറെ ഈ ആത്മാവ് ഏത് ആത്മാവാണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും വേണ്ടിയിട്ട് കഴിഞ്ഞാൽ 10 വർഷമായി. അപ്പുറത്തെ മുറിയിൽ ഇരുന്ന് ഉഗ്രം പാട്ട് പാടും, ഇപ്പുറത്തെ മുറിയിൽ നിന്ന് ഭർത്താവും പാടും, പിള്ളേരെ നടുക്കിലത്തെ ഹോളിൽ നിന്ന് അവരും പാടും. ഭർത്താവ് പാടുന്ന പാട്ടറിയാമെന്താന്ന്? ഭാര്യ ആദ്യം പാടും. ആത്മീയം കൂടുതൽ ഭാര്യമാർക്കാന്നല്ലോ, ഇവിടെ കൂടുതൽ സ്ത്രീകളായിരിക്കും. ഭാര്യ അങ്ങോട്ട് പാടും. ആരെ കേൾപ്പിക്കാനാണ്? വൈകിട്ടത്തെ പ്രാർത്ഥന, പറവോനു ഞാൻ ഇനി അടിമയല്ല. ഒറ്റ പാട്ട്. ആരെ കേൾപ്പിക്കാനാ? ഭർത്താവിനെ. കാരണം അവന്റെ പേരാണെന്ത്? പറവോൻ. ഉടനെ ഭാര്യ മോശമാണോ? എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം അതിങ്ങൾ പാടാം ചിന്ന ഭിന്നമായി പോകും. ഇവിടുന്ന് പഠിക്കുന്ന ഒറ്റ പാട്ട് പുള്ളി. അപ്പം അവിടെ ഒരാൾ പറവൻ, ഇവിടെ എന്നെ ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകുന്നു. ഭാര്യ പിള്ളേരെ ഹോള് നിൽക്കുക, അവൻ പാടും തീ കത്തിക്ക ഇന്നിൽ തീ കത്തിക്ക. കാരണം ഈ ഭാര്യയും ഭർത്താവും തമ്മില് സംസാരിച്ചിട്ട് വർഷം 6 വീട്ടിൽ ആഹാരം വെച്ചിട്ട് ഒരാഴ്ചയായി. ഇവൻ വിശന്ന് കിടക്കുക, ഇവർ രണ്ടുപേരും പാട്ടോടെ പാട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഗ്യാസ് കത്തിച്ചിട്ടില്ല. അവൻ പാടി തീ കത്തിക്ക. എന്റെ അപ്പ എന്റെ അമ്മ ഒന്ന് കത്തിയില്ലേ. എന്താ കത്തിക്കേണ്ടത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും യേശു ക്രിസ്തുവും സഭയിലുണ്ടോ? ഇന്ന് വിലക്കിയൽ കത്തുന്നുണ്ടോ? പണ്ട് പത്രോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് പോയപ്പോ ഗുണത്തിനായ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടു. പത്രോസ് എന്താ പറഞ്ഞത്? യോഹന്നാൻ എന്താ പറഞ്ഞത്? വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു, നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ഉടനെ ആ മനുഷ്യൻ വലം കൈ കൊടുത്തു, അവന്റെ നരിയാണി ഉറച്ചു, അവന്റെ കാലുറച്ചു, അവൻ നടന്ന് തുള്ളിയും. പത്രോസിന്റെ യോഹന്നാനും കരം കൊടുത്ത് എവിടെ കയറി? ദേവാലയത്തിൽ കയറി പാടി സ്തുതിച്ചെന്നാ പറയുന്നത്. അത് കേട്ട് പിൽക്കാലത്ത് ഒരു മനുഷ്യൻ പറഞ്ഞു, വെള്ളിയും പൊന്നും നമുക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് പത്രോസും യോഹന്നാനും പറഞ്ഞതുപോലെ ഒന്നും പറയേണ്ടത്. അത് കേട്ട ഒരു അപ്പച്ചൻ പറഞ്ഞു, ശരിയാ, നമുക്ക് വെള്ളിയും പൊന്നും ഉണ്ട്, പക്ഷെ ഒരു കാര്യം പറയാനുള്ള ശക്തി നമുക്കില്ല. എന്താ? യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാനുള്ള ശക്തി നമുക്ക് ഇല്ലാതായി പോയി. യേശു എവിടെയാണ്? ഒന്നാമത്തെ സഭയോട് പറഞ്ഞു, ആത്മാവും കർത്താവും പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. രണ്ടാമത്തെ സഭയോട് 2:8 വായിച്ചാണ്. ആരാണ് രണ്ടാം സഭയോട് പറയുന്നത്? രണ്ടാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എവിടെ സഭയോടും? സ്മരണയിലെ വായിച്ചാലേ. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായ. അതെ, ആ സഭയോട് പറഞ്ഞു, മരിച്ചവനായിരുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ആദ്യനും അന്ത്യനും. ഇവിടെ ആരാണ്ട് പറഞ്ഞു? അൽഫയും ഒമേഗയും. അൽഫയും ഒമേഗയും ഏത് ഭാഷയിലെ അക്ഷരങ്ങളാണ്? മലയാളത്തിൽ വന്ന് അൽഫയും ഒമേഗയും ഏത് ഭാഷയിലെ അക്ഷരങ്ങളാണെന്ന് അച്ഛനെന്തിനാ ഇപ്പം ചോദിക്കുന്നത് അല്ലേ? അൽഫയും ഒമേഗ ഏത് ഭാഷ? കറക്റ്റ്, ഗ്രീക്ക് ഭാഷ, യവന ഭാഷയുടെ ആദ്യത്തെ അക്ഷരമാണ് ആൽഫ. ഞാൻ ആൽഫയൊക്കെ പഠിച്ചു. ആൽഫ, ബീറ്റ, ഗാമ, തേറ്റ, അയോട്ട, കപ്പ, ലാംഡ. നമ്മുടെ കപ്പയല്ല കേട്ടോ, വേറെ കപ്പ, ലാംഡ, അയോട്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ അവസാനിക്കുന്നതാണ് ഒമേഗ. യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ ആദ്യനും അന്ത്യനുമാണ്. യവന ഭാഷയെ പറഞ്ഞിരിക്കുന്നത് അവൻ അൽഫയും ഒമേഗയുമാണ്. അങ്ങനെ ആണ്ട് മലയാള അക്ഷരത്തിൽ എഴുതുകയാണ്. എങ്ങനെ എഴുതിയ? മലയാള അക്ഷരത്തിൽ സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജന അക്ഷരങ്ങളുണ്ട്. സ്വരാക്ഷരങ്ങൾ ആ തുടങ്ങി അങ്ങനെയാണെങ്കിൽ സ്വരാക്ഷരത്തിലാണ് യേശുവിനെ പറ്റി പറഞ്ഞതെങ്കിൽ എങ്ങനെ പറഞ്ഞേ? പറയാം. ആദ്യം എന്നല്ല, ആദ്യത്തെ അക്ഷരം എന്താ? അവസാനത്തെ അക്ഷരം സംസ്കൃതം ചോദിക്കാം. എന്താ മലയാളത്തിൽ സ്വരാക്ഷരത്തിൽ എഴുതിയിരുന്നെങ്കിൽ ആയി തുടങ്ങിയ സൻ.
എൻജിയുടെ എല്ലാം വീട്ടിൽ ഇരിപ്പുണ്ടോ? ഇന്ന് വൈകിട്ട് പോയി നോക്കണം അവസാനത്തെ അക്ഷയതാണ്. ഇവര് പറഞ്ഞു ആയോ ആയോ ആന്ന്. ശരിയാണോ? അല്ല അമ്മ മോനെ അവൻ പറഞ്ഞ ആന്ന്. ഓക്കെ, വ്യഞ്ജനാക്ഷരത്തിലാണെങ്കിലോ ഇന്ന് വൈകിട്ട് പോയി എൻജിയോട് നോക്കണം കേട്ടോ. കായി തുടങ്ങുന്നു, അവസാനിക്കുന്നത് എങ്ങനെ? പ റ. ഇതാ നമ്മുടെ കുഴപ്പം. നമ്മൾ ഒറ്റ കാര്യത്തിൽ നമ്മൾ ഐക്യതയില്ലെന്നുള്ളതാണ്. സ്വരാക്ഷരം പറയുന്നതിലും വ്യഞ്ജനാക്ഷരം പറയുന്നതിലും നമുക്കൊരു ഐക്യമില്ല. പോട്ടെ, ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ ഇന്ന് വൈകിട്ട് എൻജിയോടി എടുത്ത് സ്വരാക്ഷരം നോക്കണം. ഈ യോഹന്നാൻ യേശുവിനെ പറ്റി ABCD പറയുന്നെങ്കിൽ ഗ്രീക്കിലാണ് ആൽഫയും ഒമേഗയും. അത് ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം. ഇംഗ്ലീഷാണ് പോലെ ABCD പറ. എയിം കറക്റ്റ്. നമ്മൾ പഠിക്കുന്ന ഒറ്റ ഭാഷയുള്ളൂ. ഇപ്പം ഏതാ? എവിടെ പാനാ? മൈഗ്രേഷൻ, അമേരിക്ക പാൻ അല്ലേ? എനിവേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഭയോട് ദൂത് പറയുന്നത് ആരാണ്? ആദ്യനും അന്ത്യനുമാണ്. രണ്ടാമതായിട്ട് 2:8 മുതൽ 12 വാക്യങ്ങൾ, 2:8 മുതലുള്ള വാക്യങ്ങൾ. ഓക്കെ, അത് നമ്മൾ വായിച്ചു. 2:11 സോറി 2:11 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്താ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ മുഴുവൻ പേരോടും ആത്മാവ് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ആര് കേൾക്കണം? അതന്നെ, ചെവിയുള്ളവൻ കേൾക്കണം എന്ന് പറഞ്ഞു. ചെവി അടഞ്ഞിരിക്കുക. ചില വീട്ടിലൊക്കെ എന്തോ വായ പിള്ളേർ ഈ ചാണ സാധനം കയറി വീണത്തോട് കയറ്റി വെക്കും. അമ്മ പറയും, എടാ പഠിക്കടാ, എടാ മാത്സ് എടുക്കടാ, എടാ കഴിക്കടാ. കണ്ട ചെവി കേൾക്കത്തില്ല. വിൽക്കാനാണ് ഈ സാധനം ചെവി വെച്ച് പൊട്ടിച്ച് കളഞ്ഞു. ചെവിയൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണക്ഷൻ ഒരു പെങ്കൊച്ച് അവിടെ കണ്ണാടി കണ്ട ഈ കണ്ണാടി ഡബിൾ വലുപ്പം ഉണ്ട്, ഭയങ്കര ഗ്ലാസ്സും. അമ്മ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വന്നു. ആ കൊച്ചിനെ കൊണ്ടാ വന്നത്. അവള് 9 പഠിക്കുക. അച്ഛാ ഇവക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. ഞാൻ ചെത്തോ വിഷയം അങ്ങ് മൊബൈലിലായിരുന്നു. അങ്ങ് ഇരുപ്പാച്ച 9ാം ക്ലാസ്സുകാരി അങ്ങ് ഇരുപ്പാച്ച. എവിടാ? മൊബൈലിന്റെ മുമ്പിലാണ്. രാവിലെ തൊട്ട് മൊബൈലേ ശരണം എന്ന് ഉറങ്ങി രാത്രി വരെ. ഇതാ മാന്തലാണ്, മാന്തൽ. ഈ തിരുവല്ലായിക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തിന്റെ പേരാണ് മാന്തുക. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പോകണം. തിരുവല്ലായിക്ക് പോകുന്ന വഴി സ്ഥലത്തിന്റെ പേരുണ്ട് മാന്തുക. ഞാൻ അച്ഛനോട് ചോദിച്ചു എവിടെ താമസിക്കുന്നത്. എന്നോട് പറഞ്ഞു മാന്തുക. ഞാൻ മാന്താന്ന് പറഞ്ഞു. അല്ല ചാ, മാന്താനല്ല പറഞ്ഞു, ഞാൻ താമസിക്കുന്ന മാന്തുക എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. പണ്ട് ഈ മുറുകാമുറുക്കുന്ന ഈ വെറ്റ എടുത്തിട്ട് ഈ ചുണ്ണാമ്പൂടെ പറിച്ചിട്ട് അവർ ഇങ്ങനെ ഒരു മാന്തലുണ്ട്. അന്ന് അവർക്ക് അതാ ഉള്ളായിരുന്നു മാന്താൻ. ഇപ്പം നമ്മുടെ പിള്ളേർ മാന്തുന്ന മുഴുവനും മൊബൈലിലാണ്. അല്ലയോ? ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ എഴുന്നേൽക്കുമ്പോഴും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഈ കൊച്ചിനോട് അമ്മ പറഞ്ഞ എൻ്റെ അച്ഛാ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഈ മൊബൈലിൽ നിങ്ങളങ്ങ് മേടിക്കണം, പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. നമ്മുടെ തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്നത് ഇതാണെന്ന് ഓർത്തോളൂ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മക്കളൊക്കെ മുറി അടച്ച് പഠിക്കുകയാണ്. അങ്ങനെ മുറി അടച്ച് പഠിച്ച ഒരുപാട് യൗവനക്കാർ കയറിന്മേൽ നിന്നിട്ടുണ്ട്. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഇത് നിങ്ങളുടെ വിഗ്രഹമാണ്. This is your idol. This will either make you or break you. ഒന്നുകിൽ നിങ്ങളെ ഇത് നന്നാക്കും, അല്ലെങ്കിൽ ഇത് നിങ്ങളെ കൊല്ലും. ഓർത്തോണം. ആദിയും അന്തവുമായവൻ അരുളി ചെയ്യുന്നു. മൂന്നാമത്തെ സഭയോട് പറഞ്ഞത് ആരാണ്? 2:12 വായിച്ചാൽ. 2:12 മൂർച്ചേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ. ഈ കർത്താവിന്റെ കരയിലുള്ള വാളിന്റെ പേരെന്താ? കർത്താവിന്റെ വാളൊക്കെ ഉണ്ട് കേട്ടോ. കർത്താവിന്റെ വാളുണ്ട്, മൂർച്ചേറിയ. ആ വാൾ നല്ല മൂർച്ചയായി. അത് ഇരുവായ്ത്തലയുള്ള വാളാ. അവൻ അരുളി ചെയ്യുന്നു. അതിന്റെ അടുത്ത വാക്യം 2:17 വായിച്ചേ. ഈ മൂന്നാമത്തെ സഭയോട് അരുളി ചെയ്യുന്നത് 2:17. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ള കേൾക്കട്ടെ. 2:18 വായിച്ച. 2:18 അടുത്ത സഭയോട് പറയുന്നത് ആരാണ്? തുയത്തയിലെ സഭയുടെ ദൂതൻ എഴുതുക. അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ മതി. അഗ്നിജാലയ്ക്കുള്ള കണ്ണുള്ളവൻ പറയുകയാണ്, നീ ഞാൻ പറയുന്നത് കേൾക്കണം. അവന്റെ കണ്ട അഗ്നിജാലയ്ക്കുള്ള ഒത്തതാന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അവനെല്ലാം കാണുന്നവനാ. രാത്രിയിലും പകലിലും
രാവിലും പകലിലും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മുടെ ഓരോ നടപ്പുകൾ കാണുന്ന ഒരു സ്വർഗീയ തമ്പുരാൻ ഉണ്ടെന്ന് നാം ഓർത്തുകൊള്ളേണം. ആ കണ്ണ് വെറും കണ്ണല്ല, അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ. അഗ്നിജാലയ്ക്ക് രണ്ട് ജോലിയുണ്ട്. ഒന്ന് ശുദ്ധീകരണം, രണ്ട് നശീകരണം. കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടെ യാത്ര ചെയ്യുന്നവന്റെ ജീവിതത്തില് ശുദ്ധീകരിക്കേണ്ടതൊക്കെ ശുദ്ധീകരിച്ച് ശക്തീകരണം പ്രാപിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സഭകളോട് സഭയുടെ നാഥനായവൻ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ അരുളി ചെയ്യുന്നു. വായിച്ചാട്ടെ 2:29. ആത്മാവ് സഭകളോട് പറയുന്നവൻ എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 3:1 ഈ സഭയോട് ആരാ സംസാരിക്കുന്നത്? 3:1 സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രങ്ങളും. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഐ നോ യുവർ ഡീഡ്സ്. അവൻ പറയാണ് എനിക്ക് നിന്റെ പ്രവൃത്തി അറിയാമെന്ന്. എന്നിട്ട് 3:6 ആരാ പറയുന്നത്? അടുത്തത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ള കേൾക്കട്ടെ. 3:7 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അവനാണ് ഇത് പറയുന്നത്. വാതിലുകളെ തുറക്കുവാൻ കഴിവുള്ളവൻ, വാതിലുകളെ അടയ്ക്കുവാൻ കഴിവുള്ളവൻ, എന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ, എന്നെ സൗഖ്യമാക്കാതെ വിടുന്നവൻ, എന്നെ കഷ്ടപ്പെടുത്തുവാൻ കഴിയുന്നവൻ, എന്നെ കഷ്ടപ്പെടുത്താതെ നടത്തുവാൻ കഴിവുള്ളവൻ, അവനാണ് ഈ സന്ദേശം സഭയോട് അറിയിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി വാതിൽ തുറക്കണം. നിന്റെ ജീവിതത്തിൽ അത്ഭുതം നീ കാണണോ? നിന്റെ സഭയിൽ അത്ഭുതം നീ കാണണോ? ഈ സത്യവാന് വേണ്ടി നീ വാതിൽ തുറക്കണം. വെളിപ്പാട് 3 പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്ത് ചെയ്യണം? നീ വാതിലടച്ച ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വാക്കിംഗ് വിത്ത് ഗോഡ്, ടോക്കിംഗ് വിത്ത് ഗോഡ്, ലിസണിംഗ് ടു ഗോഡ്. ദൈവത്തോടുകൂടെ നടക്കുക, ദൈവത്തോടുകൂടെ ഇരിക്കുക, ദൈവത്തോടുകൂടെ സഞ്ചരിക്കുക. ആ കർത്താവ് പറഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ വാതിൽ തുറക്കാം, നിനക്ക് വേണ്ടി ഞാൻ വാതിൽ അടയ്ക്കാം. ഒരു കുട്ടി, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അമ്മയോട് വന്ന് ദരിദ്രനായ ഒരു കുട്ടി അമ്മയോട് വന്ന് പരാതി പറയുന്നുണ്ട്. അമ്മേ, എനിക്ക് 2 ചെരുപ്പ്. അമ്മ പറഞ്ഞോളാം, നിനക്ക് ചെരുപ്പ് മേടിക്കാൻ എൻ്റെ കാശൊന്നുമില്ല. പിന്നെ അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നീ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ല, അന്വേഷിപ്പീൻ, ബാക്കി പറ, അന്വേഷിപ്പീൻ, യാചിപ്പീൻ, മുട്ടുവീൻ. മോനെ, ഇങ്ങനൊരു വാക്ക് നീ കാണാൻ പഠിച്ചിട്ടില്ല. നീ അതുകൊണ്ട് മുട്ടുമേൽ നിന്നിട്ട് പറ, കർത്താവേ എനിക്ക് എന്ത് വേണം? 2 ചെരുപ്പ്. ഉടനെ അവൻ ചോദിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്നാ എങ്കിൽ കെട്ടി ഞാൻ ഇതുപോലെ ഇറക്കി തരുമോ? നമ്മുടെ പിള്ളേരൊക്കെ ചോദ്യം ചോദിക്കാൻ മുട്ടുക്കന്മാരായപ്പോ കെട്ടിയാ നീ ഇറക്കി തരുമോ? പ്രാർത്ഥിച്ചാ ചോദിക്കുക കെട്ടിയാ നീ ഇറക്കി തരുമോ? അമ്മ പറഞ്ഞു തരുമടാ, തരും, നീ പ്രാർത്ഥിച്ച്. ശരി അമ്മേ, അമ്മ പറഞ്ഞല്ലോ എന്ന് അയാൾ ഈ തലനോട്ട് കയറി നമ്മുടെ കട്ടിലോട്ട് കയറി മുട്ട് കുത്തിയിട്ട് പറഞ്ഞു, കർത്താവെ അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ട് തീർക്കപ്പെടും, യാചിക്കുന്ന അവനും കിട്ടും. അതുകൊണ്ട് എനിക്ക് എന്ത് തരണം? 2 ചെരുപ്പ് തരണം. പ്രാർത്ഥിച്ചിട്ട് കയറി കിടന്നു. അമ്മ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് 10 മണി, ഏകദേശം 10 മണിയായി. 10 മണിയായപ്പോൾ ഈ സഹോദരിയുടെ വീട്ടിന്റെ ഡോറിൽ വന്ന ഒരാൾ ഇങ്ങനെ മുട്ടുന്നുണ്ട്. അയൽപക്കത്തെ വീട്ടിലെ ഒരു അമ്മാമ്മയാണ്. കഥ പറഞ്ഞപ്പോ അവരുടെ കയ്യിൽ 2 ചെരുപ്പിന്. ആ സഹോദരി പറഞ്ഞു, ഇത് എൻ്റെ മോന് വേണ്ടി മേടിച്ചതാ, പക്ഷെ അവന്റെ കാലിൽ ഇത് ചേരുന്നില്ല. നിങ്ങളുടെ മോന്റെ കാലിൽ ചേരുമെങ്കിൽ ഇത് അവന് കൊടുത്താട്ട്, ഇല്ലെങ്കിൽ തിരിച്ചെന്നാ മതി എന്ന് പറഞ്ഞു. കൊടുത്തിട്ട് ആ സ്ത്രീ പോയി. ഈ 2 ചെരുപ്പ് എടുത്തുകൊണ്ട് അമ്മ ചെന്നപ്പോൾ ഇവൻ കിടന്ന് നല്ല ഉറക്കമാണ്. 4-ാം സ്വർഗത്തിൽ കയറി. പ്രാർത്ഥന കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. അമ്മ ഉണർത്തിയില്ല. അമ്മ ഈ 2 ചെരുപ്പ് എടുത്ത് ഇവന്റെ 2 തലയുടെ 2 സൈഡിൽ വെച്ചു. അമ്മ പോയി കിടന്നുറക്കി. ഇവൻ ഈ കൂർക്കം വിളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് തലയുടെ അപ്പുറം നോക്കിയപ്പോൾ എന്തിരിക്കുന്നു? ഒരു ചെരുപ്പ്. അപ്പുറത്ത് നോക്കിയപ്പം അതോട് തന്നെ അപ്പുറത്തുണ്ടായിരിക്കും. ഇവൻ 2 അങ്ങോട്ട് എടുത്തിട്ട് ഓടി അമ്മയുടെ അടുത്ത്, അമ്മേ കെട്ടി ഞാൻ കൊണ്ടു തന്നമ്മേ. എന്ത് ചെയ്തു? കെട്ടി ഇറക്കി കൊണ്ടു തന്നമ്മേ.
അമ്മയെ ഞെട്ടി ഉണർന്നു. ഒന്നും അറിയാത്ത ഭാവത്തില് അമ്മ ഇതെല്ലാം ഇവൻ പറയുന്നത് കേട്ടു. എടാ, ഞാൻ ഇന്നലെ പറഞ്ഞില്ല നിന്നോട്, നീ എന്നോട് ചോദിച്ചില്ലേ കെട്ടിയിറക്കുന്നവനാണോടാ. അതാ നമ്മുടെ ദൈവം. ഇത്രയും അമ്മ പറഞ്ഞപ്പോ ഇവൻ ഇച്ചിലൂടെ ചേർത്ത് പറഞ്ഞു, അമ്മേ എൻ്റെ കാലിൻ്റെ അളവിൻ്റെ കറക്റ്റ് ചേരുന്ന ഒരു ചെരുപ്പ്. അപ്പം കെട്ടിത്തരുക മാത്രമല്ല അമ്മേ, എൻ്റെ കാലിൻ്റെ അളവ് കൂടെ ആരെടുത്തിട്ടുണ്ട്? യേശു. അമ്മ പറഞ്ഞു, നിന്റെ ചെരുപ്പിനെ പറ്റി മാത്രമല്ല, നിന്റെ കാലിൻ്റെ അളവും നിന്റെ കണ്ണുനീരിൻ്റെ ഭാരവും നിന്റെ ഹൃദയത്തിൻ്റെ തുടിപ്പും തൂക്കി അളന്ന് എടുക്കുന്നവനായ ദൈവം. വിശ്വസിക്കുന്ന കേൾക്കാരെങ്കിൽ ദൈവത്തിന് ഹല്ലേലൂയ. അങ്ങനെ പല അത്ഭുതങ്ങളും അനുഭവിച്ചവരിവിടെ ഇരിപ്പില്ലേ? ഈ സഭയോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി തുറക്കാം. ഞാൻ അടച്ചാൽ ഒരിക്കലും നിനക്ക് തുറക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പറഞ്ഞു, അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ശക്തനല്ലയോ. സഭേ, നീ ഇതൊന്നും കേൾക്കാം. സഭേ, ഇതൊന്ന് വിളിച്ചു പറ. സഭേ, ഇതൊന്ന് വിശ്വസിക്ക. സഭേ, നീ ഒരു കൺവെൻഷൻ നടത്തി ലോകത്തോട് പറ, അത്ഭുതങ്ങളുടെ ഒരു ദൈവമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിൽ വഴി തുറക്കാൻ ശക്തനല്ലയോ, ചെങ്കടലിൽ വഴി തുറക്കാൻ ശക്തനല്ലയോ, കരുതുന്നവൻ ഞാനല്ലയോ, എന്തിനു നീ നീരിന്റെ ആഴ്വരയിൽ കൈവീഴുക നീരിന്റെ ആഴ്വരയിൽ വീഴുക എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നീട്ടോ, എല്ലാവരും ഞാൻ നിന്നെ മറന്നീട്ടോ, ഉള്ളംകാരത്തിൽ നിന്നെ വാങ്ങിച്ചു ഉള്ളംകാരത്തിൽ നിന്നെ വാങ്ങിച്ചു കരുതുന്നവൻ. ചേർത്ത് പാടിക്കാൻ സഭകളോട് പറയുന്നവൻ പറയാണ്, ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ പറയുന്നത് കേൾക്കാം. 3:7 വായിച്ചാൽ അടുത്ത സഭയോട് ആരാ പറയുന്നത്? 3:7 ഫിലദെൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവൻ ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ ചെയ്യുന്നവൻ മതി. ഈ സഭയോടും പറയുന്നത് ആരാ? ആര് തുറന്നാലും ആരടച്ചാലും തുറക്കാൻ കഴിയുന്നവൻ. മാത്രമല്ല, ഏതു വാതിലുകൾ അടയ്ക്കപ്പെട്ടാലും തുറക്കാൻ കഴിവുള്ളവൻ നിന്നോട് പറയുന്നു, നീ അതൊന്ന് കേൾക്കണം. 3:13 വായിച്ചാൽ അടുത്ത ആളാരാ? 3:13
വീണ്ടും ആത്മാവ് പറയുന്നു, സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 3:14 അവസാനമായിട്ട് ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനും ആയ സാക്ഷിയായി അയച്ചു. ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നരുൾ ചെയ്യുന്നു. ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ ഈ സഭയോട് പറയുകയാണ്, നീ പറയുന്നത് കേൾക്കണം. അവൻ സകലത്തിന്റെ ആരംഭമാണ്. നമുക്കറിയാം അപ്പോസ്തലനായ യോഹന്നാൻ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് അറിയാം? എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ? അല്ല, യോഹന്നാൻ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്? യേശുക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ ഇത്. എത്ര എഴുതിയിട്ടുണ്ട്? അപ്പോസ്തലനായ പൗലോസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത് യോഹന്നാനാണ്. യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, വെളിപ്പാട്. ഈ 5 പുസ്തകങ്ങൾ എഴുതിയത് യോഹന്നാനാണ്. യോഹന്നാന്റെ സുവിശേഷം വീണ്ടും ജനത്തെ പറ്റി പറയുന്നു. യോഹന്നാന്റെ ലേഖനം വിശുദ്ധീകരണത്തെ പറ്റി പറയുന്നു. യോഹന്നാന്റെ വെളിപ്പാട് മഹത്വീകരണത്തെ പറ്റി പറയുന്നു. 3 വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന 5 പുസ്തകങ്ങൾ എഴുതിയ മഹാനായ എഴുത്തുകാരനാണ് യോഹന്നാൻ എന്ന അപ്പോസ്തലൻ. പത്മോസ് ദ്വീപിൽ ലേഖനായി കിടക്കുമ്പോൾ അവന്റെ കഷ്ടതയിൽ നിറച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്. ആത്മാവ് നിറഞ്ഞ സഭകളോട് പറയുന്ന കാര്യം. ഇവിടെ യേശുവിനെ പറ്റി ബന്ധിക്കുന്നവൻ ആരാണ്? സകലത്തിന്റെയും സൃഷ്ടികർത്താവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. പിന്നെ ബാക്കി പറയാം, വചനം ദൈവമായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞാൽ സഭയോട് ദൂത് പറയുന്ന കർത്താവ് ആരാണ്? He is the creator. അവൻ സൃഷ്ടിയുടെ നാഥാവും സൃഷ്ടിയെ നിലനിർത്തുന്നവനും ആദ്യനും അന്തനും അത്ഭുതങ്ങളും ഒമേഗയും താൻ മാത്രം അമർത്തിട്ടുള്ളവനും ധന്യനായ ഏകാധിപതിയും രാജാവും അൽഫയും ഒമേഗയും ആദ്യവും അന്തവും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും ഭൂരാക്രമാധിപതിയും സർവത്തിന്റെ സൃഷ്ടികർത്താവായ കർത്താവാണ് സഭയോട് പറയുന്നത്. നിങ്ങൾ ജയിക്കണം, നിങ്ങളെ ഞാൻ ജയിപ്പിക്കും. സൃഷ്ടികർത്താവ് എന്റെ നിങ്ങളുടെ സൃഷ്ടികർത്താവാണെങ്കിൽ എന്റെ ചെവിയുടെ പ്രശ്നം ആരറിയുന്നുണ്ട്? അവനറിയാം. എന്റെ തലയിലെ ട്യൂമർ ഉണ്ടെന്ന് ആർക്കറിയാം? അവനറിയാം. എന്റെ മുട്ടിന് വേദന ഉണ്ടെങ്കിൽ അത് അവനറിയാം. എനിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് അവനറിയാം. എനിക്ക് കൈക്ക് വേദന ഉണ്ടെങ്കിൽ അത് അവനറിയാം. എന്റെ പ്രഷറും ഷുഗറും ഉണ്ടെങ്കിൽ അത് അവനറിയാം. ഞാൻ വീണാലും നിലം പരിചാകാതെ എന്നെ കാത്തൻ, എന്റെ കാലിന്റെ ഒരു അസ്ഥി പൊട്ടിയാലും അത് അറിയുന്നവൻ, സൗഖ്യമാക്കുന്നവൻ. 136-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സഭയോട് പറയട്ടെ, 136-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം പറഞ്ഞിട്ടുണ്ട്, ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിനക്ക്, ഈ സൃഷ്ടി അത്ഭുതമാണ്. ഈ സൃഷ്ടി, ഈ കൈ അത്ഭുതമാണ്. ഇത് മൊത്തം പൊക്കാൻ കഴിയുമെങ്കിൽ അത് അത്ഭുതമാണ്. ചിലരൊക്കെ ഇത്ര പൊങ്ങത്തുള്ളൂ, ബാക്കി മേപ്പോട്ട് പോകുന്നില്ലച്ച, മടങ്ങുന്നില്ലച്ച, നൂരുന്നില്ലച്ച, ഇടയ്ക്കൊരു പൊട്ടലുണ്ടച്ച, പണ്ട് ഉരുണ്ട് വീണതാണച്ച, ബൈക്കിൽ നിന്ന് വീണാച്ച, മരത്തെ കയറിയപ്പം മാങ്ങാ പറിച്ചപ്പം വീണതാ, അന്ന് തൊട്ട് ഈ ഇരിപ്പാണ്. എന്നാൽ ആ ഇരിപ്പിൽ നിന്ന് മാറ്റി 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 നിന്റെ കരങ്ങളെ ഉയർത്തുവാൻ കഴിവുള്ള സൃഷ്ടികർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യമുണ്ട്. വിശ്വസിക്കുന്ന കരങ്ങൾ ഹല്ലേലൂയ പറ. ഈ സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഈ പിള്ളേരോട് സംസാരിക്കുന്നത് വലിയ ഇഷ്ടം. ഞാൻ പല കോൺഫറൻസുകൾ, യൂത്ത് കോൺഫറൻസ് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനോട് ഒന്ന് ചോദിച്ചു, അച്ഛാ കാര്യമൊക്കെ ശരിയാ, ഞാൻ 8-ാം ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചു. എന്താ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ബയോളജി. എന്ത് ബയോളജി? ജീവശാസ്ത്രം പഠിക്കുമ്പോൾ ജീവശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെങ്ങനെ ഉണ്ടായത്. കറക്റ്റ്. കുറെങ്ങനെ അമീബിയായും ബാക്ടീരിയകളും ഒക്കെ വലുതായി ബയോളജിക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. ബയോളജിയിലെ വലുതായി പിന്നെന്ത് കൊച്ചു കൊച്ചു ജീവികളായി. ആ ജീവികൾ വളർന്ന കുരങ്ങനായി. കുരങ്ങന്റെ വാൽ നഷ്ടപ്പെട്ട കുരങ്ങന്മാരും കുരങ്ങത്തികളുമാണ് ആര്? ഡാർവിന്റെ തിയറി അതായിരുന്നു. അപ്പൊ ഈ ചെറുക്കൻ വന്ന് എന്റെ അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പ കണ്ട സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്താ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി മഴയായി ശൂന്യമായിരുന്നു. 1:28 ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അവിടെ മുക്കിൽ ജീവശ്വാസം മുതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇവൻ വന്ന് അപ്പനോട് ചോദിക്കുക, അപ്പ ഏതാ ശരി? സ്കൂളിൽ പഠിപ്പിക്കുന്നു മനുഷ്യനാരാണ്? വാൽ നഷ്ട കുരങ്ങന്മാരാണ്. പള്ളിയിൽ പഠിപ്പിക്കുന്നു, പള്ളിക്കൂടത്തിൽ പഠിക്കുന്നു, വാൽ നഷ്ടപ്പെട്ട കുരങ്ങന്മാർ. പള്ളിയിൽ പഠിപ്പിക്കുന്നു ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കൾ. അപ്പം പറഞ്ഞു, മോനെ
ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അമ്മ പറഞ്ഞു ചുമ്മാടാ, ഞാൻ സയൻസാണ് പഠിച്ചത്, നമ്മളെ പൂർവീകർ കുരങ്ങന്മാരാന്ന് അമ്മ പറഞ്ഞു. അവിടെ ബഹളമായി. ഇവൻ ആകെപ്പാടെ കണ്ടു. അപ്പം പറയുന്നു സൃഷ്ടികർത്താവ് ആരാണ്? ദൈവം. അമ്മ പറയുന്നു ആരാണ് സൃഷ്ടിച്ചത്? കുരങ്ങന്റെ ബാക്കിയാണ് നമ്മൾ. അവസാനം രണ്ടുപേരെ മുന്നേ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഉള്ളത് പറ, ഞാൻ ഒന്നുകിൽ ബൈബിൾ വിശ്വസിക്കും അല്ലെങ്കിൽ എന്ത് വിശ്വസിക്കും. ഡാർവിന്റെ ഹൈപ്പോത്തറ്റിക്കൽ തിയറിയായ റെറ്റോറിക്കൽ തിയറിയായ എവല്യൂഷണറി തിയറി അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അമ്മ എന്ത് ചെയ്താ മാറത്തില്ല. അമ്മ പറഞ്ഞു അമ്മ അടിച്ചു വിട്ടു. നിവൃത്തിയില്ലാതെ അവസാനം അപ്പൻ ഒരു കൺക്ലൂഷൻ പറഞ്ഞു. അപ്പൻ അവസാനം പറഞ്ഞിങ്ങനെയാണ്, മോനെ ഞാൻ വന്ന വഴി ഞാൻ പറഞ്ഞു, അവള് വന്ന വഴി അവളും പറഞ്ഞു. അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും സമ്പാദ്യമാണ് നീ. ചെറുപ്പക്കാർക്കൊക്കെ ഈ ചോദ്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോടൊരു മറുപടി പറയട്ടെ. മനുഷ്യന്റെ ആയുസ് 10,000 അല്ലെങ്കിൽ 10,000 വർഷത്തെ പഴക്കം മനുഷ്യജീവൻ ഉണ്ടെങ്കിൽ അത് കൂടുതൽ കാണാമായിരിക്കും. ഈ 10,000 വർഷത്തിൻ്റെ ഉള്ളിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും വാല് വെച്ച് ഇതിനപ്പുറത്തെ കാട്ടിൽ പോയി കുരങ്ങനായിട്ട് പോയിട്ടുമില്ല. ഇവിടെ അടുത്ത കാണാ ഏതാച്ചാ? ആ കാട്ടിൽ നിന്ന് ഒരു കുരങ്ങൻ പോലും വാല് നഷ്ടപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ BA പഠിക്കാൻ വന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് നടക്കാത്ത കാലത്തോളം ഈ വേദപുസ്തകം സത്യമാണ്. ഡാർവിന്റെ സാങ്കല്പിക തീരടുമ്പായ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്നും പോകരുത്. ഈ കൈയും ഈ കാലും ഈ നാവും ഈ മൂക്കും ലോക ചരിത്രത്തിലെ ഒരു സയൻസിനും നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല, നിർമ്മിക്കത്തുമില്ല. 136 സങ്കീർത്തനം പറയുന്നു, ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അവന് സ്തോത്രം ചെയ്തു. ഒരു സ്തോത്രം പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതാനുഭവം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മദ്രാസിൽ ഒരു വികാരി അച്ഛനായിട്ട് പ്രവർത്തിക്കുന്ന വേളയിൽ ഞാനും എൻ്റെ ഭാര്യയും മോളും മോനും കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഓട്ടോക്കാരൻ വന്ന് ഞങ്ങളെ ഇടിച്ച് ഞങ്ങൾ താഴെ വീണു. ഞാൻ ഒരിടത്ത് വീണു. എൻ്റെ മോള് ഈ പെട്രോൾ ടാങ്കിൻ്റെ, നിങ്ങളൊക്കെ പോകുന്ന പോലെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിലായിരുന്നു എൻ്റെ മൂത്ത മോൾ. അവളും പെട്രോൾ ടാങ്ക് ആളും കൂടെ ഒരിടത്തോട്ട് പോയി. എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ, അന്ന് കുഞ്ഞിലേക്ക് 1.5 വയസ്സ് 2 വയസ്സുള്ള അവനും എൻ്റെ ഭാര്യയും കൂടെ പുറകെ വീണു. നല്ല വീതിയുള്ള റോഡാണ്. ട്രാൻസ്പോർട്ട് ബസ്സുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ഓടി വരുന്ന ചെന്നൈയിലെ സിറ്റി നഗരം. ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ ബൈക്കും കണ്ടില്ല, എൻ്റെ മോളെയും കണ്ടില്ല. ഞങ്ങളുടെ പുറകെ അതിഭീകരമായിട്ടൊരു ബസ്, ചെന്നൈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ബസ് അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബൈക്ക് ചെന്ന് ഈ ടയറെ ഇടിച്ചു, എൻ്റെ മോള് ഓൾമോസ്റ്റ് ഇടിച്ചു. ആ ബസ്സുകാരൻ സർവശക്തിയും പ്രയോഗിച്ച് ബ്രേക്ക് പിടിച്ചു. എൻ്റെ മോടെ പാവാട ആ ടയറിൻ്റെ അടിയിൽ കയറി. ആ ഡ്രൈവർ അവിടെ നിന്ന് വിളിച്ചു പോയി. ആ ബസ്സിൽ ഇരുന്ന മുഴുവൻ പേരും അലറി വിളിച്ചു. കാരണം എൻ്റെ മക്കള് ടയറിൻ്റെ അടിയിൽ കയറി എന്ന് അവർ വിചാരിച്ചു. ഒറ്റ ബ്രേക്കിൽ ആ വണ്ടി അവിടെ നിന്നു. ഞാൻ ഓടിച്ചെല്ലുമ്പോൾ എൻ്റെ മോള് അബോധാവസ്ഥയിൽ ആ ടയറിൻ്റെ അടുത്ത് കിടപ്പാണ്. അവിടെ പാവാട ടയറിൽ അടിയിൽ കഴിഞ്ഞു. എൻ്റെ ബൈക്ക് അപ്പുറത്തെ ടയറിൻ്റെ അവിടെ കിടന്നു. അവസാനം എന്നെ എല്ലാം പിടിച്ച ആൾക്കാരെ അവിടെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ബസ് അവിടെ നിർത്തിയിട്ടു. ആ ബസ് ഡ്രൈവറുടെ പേരിൽ കേസായി. എന്നെ ഇടിച്ചത് ഓട്ടോക്കാരൻ, എൻ്റെ ബൈക്ക് ഇടിച്ചത് ബസ് ഡ്രൈവറിൻ്റെ കേസാണ്. ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ. മോള് അബോധാവസ്ഥയിലായിരുന്നു. മോളെ കൊണ്ടുപോയി ബ്രെയിൻ സ്കാനിങ് നടത്തി ബ്ലഡ് കോട്ടിങ് വല്ലതും ഉണ്ടോ നോക്കി. കുഴപ്പമില്ല എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഈ ബസ്സിൻ്റെ ഡ്രൈവർ എന്നെ തേടി വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ പേര് കേസുണ്ട് സാറ്, എങ്ങനെങ്കിലും എല്ലാം രക്ഷിക്കണം, എനിക്ക് വണ്ടി ഓടിക്കണം, ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാൻ ഒന്നും ചെയ്തില്ല സാറേ, ഞാൻ ഒന്നും ചെയ്തില്ല സാർ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്നോടൊരു കാര്യം പറഞ്ഞു. തമിഴിലാണ് പറഞ്ഞത്. അയ്യാ அந்த ஆக்சிடென்டில் ஆண்டவர் உங்கூടെ இருந்தார். ദൈവം നിങ്ങളോട് കൂടെ ഇരുന്നു. എനിക്ക് അന്നേരം ബ്രേക്ക് പിടിക്കാൻ എൻ്റെ കാലം നോക്കി. ദൈവകൃപ. ഇന്ന് എൻ്റെ മോള് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ MA എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുക. ആദ്യവും അന്തിമവുമായവൻ നമ്മുടെ ആയുസ്സിനെ നിയന്ത്രിക്കുന്നവനാണ്. നമ്മുടെ യാത്രയിൽ സുരക്ഷിതം തരുന്നവനാണ്.
നമ്മുടെ ഗമനങ്ങളെയും ആഗമനങ്ങളെയും പരിപാലിക്കുന്നവനാണ്. Praise the Lord. ഈ സഭയോട് പറയുകയാണ്, ഞാൻ സർവ്വത്തിന്റെ സൃഷ്ടികർത്താവ്, നിന്റെ ചെവി നീ തുറക്കണം, നീ ഒന്ന് മാനസാന്തരപ്പെടണം, നീ ഒന്ന് തിരിച്ചു വരണം. നമുക്ക് കേൾക്കാം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കുക. സഭകളോട് ദൂത് പറയുന്ന യേശു, അവൻ ജയിച്ചവനാണ്, അവൻ ജയിപ്പിക്കുന്നവനാണ്. അവന്റെ സന്നിധിയിലേക്ക് അവൻ പൂർണ്ണമായി സമർപ്പിക്കുക. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണല്ലോ, ശ്രീ യേശു നാമം അതിശയ നാമം, ഏഴെനിക്ക് ഇമ്പനാമം. ഭൂതബാധിതർക്കും നാനവ്യാധികാർക്കും വിടുതൽ നൽകുന്ന നാമം, കുരുടർക്കും ഉടതർക്കും, ഹല്ലേലൂയ, കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ. കരങ്ങളടിച്ച് നമുക്ക് പാടാം. കർത്താവേ, എന്നെ ജയിപ്പിക്കുന്നവനെ, എന്നെ ജയിപ്പിക്കുന്നവനെ, ജയിക്കണമെന്ന് പറഞ്ഞവൻ കർത്താവാണ്. കർത്താവേ, എന്റെ ജീവിതയാത്രയിൽ ഈ ദൈവത്തെ അറിഞ്ഞ് പാതാളത്തെയും മരണത്തെയും ശത്രുവിനെയും സത്താനെയും ജയിച്ചെടുത്താൽ എന്റെ കുടുംബത്തെയും എന്റെ സഭയെയും എന്റെ വിശ്വാസ ജീവിത യാത്രയിൽ എനിക്കൊരു ജയം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരേ ഒരു വ്യക്തി മാത്രമേ നമ്മളെ ജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ, അത് യേശു മാത്രം. പാപത്തിൽ നിന്ന് ജയം, ശാപത്തിൽ നിന്ന് ജയം, ലോകത്തിൽ നിന്ന് ജയം, ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ജയം നൽകുന്ന യേശു. ഒരുമിച്ച് പാടാം, കരങ്ങളടിച്ച് പാടാം. യേശുനാമം അതിശയനാമം, യേശുനാമം അതിശയനാമം, എല്ലാവരും ഭക്തജനം അഴുതും എല്ലാ നാമത്തെയും എന്ന് പാടിക്കാം. എല്ലാവരും കാണിച്ച് പാടിക്കാം. ജനം അഴുതും എല്ലാ മുഴക്കാരും എല്ലാ മുഴക്കാരും ഭൂതബാധിതർക്കും ഭോജനം കൊടുക്കും നാമം, ഭൂതബാധിതർക്കും ഭോജനം കൊടുക്കും നാമം, ഉരുടക്കും ഉടക്കും കുഷ്ഠരോഗികൾക്കും നാമം, ഉരുടക്കും ഉടക്കും കുഷ്ഠരോഗികൾക്കും ആമേൻ. ശ്രീ യേശു അതിശയനാമം, പാപപരിഹാരാർത്ഥം ആരിടത്തിൽ വന്ന നാമം, പാപപരിഹാരാർത്ഥം ഹല്ലേലൂയ സ്വന്തം. ഓ പാപമറ്റ ജീവിതം മധുരൻ കണ്ട് പാപമറ്റ ജീവിതം മാതൃകയെ കണ്ട് യേശുനാമം അതിശയനാമം, യേശുനാമം. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, 7 സഭകളോട് ഞങ്ങളോട് സംസാരിക്കുന്നത് ഒരേ ഒരു കാര്യം, നീ ജയിക്കണം. ഞങ്ങളോട് സംസാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം, നീ മാനസാന്തരപ്പെടണം. 3, ഞങ്ങളോട് സംസാരിക്കുന്നത് ആരാണ്? ഹല്ലേലൂയ, വിശ്വസ്തൻ, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ, സർവ്വത്തിന്റെയും സൃഷ്ടികർത്താവ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. അവൻ പറയുന്നു, നീ ജയിക്കണം, ജയിക്കണം. നിനക്കൊരു ശത്രു മാത്രമേ ഉള്ളൂ, അത് പിശാച് മാത്രം. പാപത്തെ നീ ജയിക്കണം. പാപത്തോട് നീ വിട പറയണം. നിന്നെ ക്രിസ്തുവിൽ നിന്ന് മാറ്റി അന്ധകാരത്തിന്റെ ശക്തി നിന്നെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുക്കുക. യേശുവേ, എന്നെ ജയിപ്പിക്കുന്നവനെ, എന്റെ ഉള്ളിൽ കടന്നു വന്ന എന്നെ തൊട്ട് സൗഖ്യമാക്കി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 10:9-10 യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ
നീ രക്ഷപ്പെടുന്നത് ഒരു ജയം തന്നെയാണ്. ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു അവസരമുണ്ട്. പരാജയപ്പെട്ട ഭീതിയിൽ ഒരു പക്ഷേ ഇനി എനിക്ക് ദൈവത്തോട് യാതൊരു കൂട്ടായ്മയില്ലെന്ന് പറഞ്ഞ് അകന്ന് നടക്കുന്ന സഹോദര സഹോദരി, ചെറുപ്പക്കാരാ, നീ യേശുവിലേക്ക് കടന്നു വരണം. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ ജയിപ്പിക്കും. അത് രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, അന്ധകാരത്തിന്റെ ശക്തികളാകട്ടെ, പാപത്തിന്റെ മ്ലേച്ഛതകളാകട്ടെ, എന്നോട് നീ ഇവിടെ പറയണം. തലകളെ മടക്കി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാൽ, യേശുവേ, എൻ്റെ ഉള്ളിൽ കടന്നു വന്ന എനിക്കൊരു ജയം തരണമേ. ജീസസ് കം ഇൻടു മൈ ഹാർട്ട് ആൻഡ് ഗിവ് മീ എ വിക്ടറി, Lord. അങ്ങനെ വിശ്വസിക്കുന്നവര്, അങ്ങനെ അംഗീകരിക്കുന്നവര് കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൂതുകൾക്കായി ഞങ്ങളൊക്കെ വാഴ്ത്തി. സഭകളോട് ദൂതറിയിക്കുന്നവൻ ആരാണ്? സഭകളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? 2 പേര് ആവശ്യപ്പെടുന്നു, ആത്മാവും യേശുവും. ഇന്ന് സഭകളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ജയിക്കണം. കുടുംബങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ജയിക്കണം. പാപികളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ജയിക്കണം. വിശുദ്ധരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ജയിക്കണം. പിന്മാറ്റക്കാരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ജയിക്കണം. ജയിക്കണം, ജയിക്കണം. ഞങ്ങളെ ജയിപ്പിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിശ്വാസത്തോടുകൂടെ നമുക്ക് ആശീർവാദങ്ങൾക്കുള്ള സമാധാനത്തോടെ പുറപ്പെട്ടു പോകുകയും സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽക്കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും കാവലും പ്രിയമുള്ളവരെ നമ്മെല്ലാവരോടും കൂടെ നന്ദിത്തോളം നടത്തുമാറാകട്ടെ. ആമേൻ.